ഞാനിപ്പോൾ ഉള്ള തൃശ്ശൂരുള്ള പൊന്മലൈ ചന്ത എന്ന് പറഞ്ഞ ചന്തയിലാണ്. അതായത് ഞായറാഴ്ച മാത്രമാണ് ഉണ്ടാവത്തുള്ളൂ, വീക്കിലി ചന്ത എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അപ്പോൾ ഇവിടെയാണ് വലിയ ചന്ത കേട്ടോ. പച്ചക്കറി മാത്രമൊന്നുമല്ല, പലതും ഉണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളോട്ട് വന്നിട്ട് നമ്മൾ സിനിമയിലും കാണുന്നില്ല, സ്റ്റണ്ട് സീനൊക്കെ ഉണ്ടാകുമ്പോൾ അടിച്ചു പൊട്ടിക്കുന്ന മാർക്കറ്റ്, അതേ ലൊക്കേഷൻ. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർന്നു. ഇപ്പം വൈകുന്നേരം ഏകദേശം ഒരു 5:30 അപ്പോൾ ഇത് രാത്രി 10 മണി ഉണ്ടാവുന്നൊക്കെയാണ് ഇപ്പം ഞാൻ അറിഞ്ഞത് വീഡിയോയിലൊക്കെ കണ്ടിട്ട്. പക്ഷേ എങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10 മണിയാകുമ്പോൾ എന്ന് വെച്ചാൽ ഈ പച്ചക്കറിയും മറ്റേ ധാന്യവർഗ്ഗങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും. വേറെ ഇതേപോലെയുള്ള പെറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ നിർത്തിയിട്ട് പോയി. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഏറ്റവും രാവിലെ തന്നെ വരാൻ നോക്കും. അന്നേരമാണ് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഫ്രഷായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ കാണാൻ പറ്റുന്നത്. ഇങ്ങനത്തെ പായൽ ഇപ്പോൾ നാട്ടിൽ കാണാനുണ്ടോ? എന്താ പുറത്തിറങ്ങിയാലോ കാണുന്നത്? പുറത്തിറങ്ങിയാൽ റോഡിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെയാണ്, ഓരോ സൈഡിലും മീനിൻ്റെ മാത്രം അക്വേറിയം ടൈപ്പ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ മേടിക്കാം. 2 എണ്ണം 100 റുപ്യാണ്. അപ്പോൾ ഞാൻ മേടിച്ച് ഇവരെല്ലാം ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ചെത്തിത്തരുന്ന പരിപാടി. അത് നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാം കേട്ടോ. ഞാൻ ഇതിനുള്ളിൽ നടക്കണമെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറിന് മുകളിലായി. ഇരുടാന്നാണ്. ഇവിടെയൊക്കെ ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കാണുന്ന ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് ഒരു കത്തിയും മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കില്ല, അവരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കാനൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്ക് കാണുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറീൻ്റെ ഏരിയയിലാണ്. കാരണം രാവിലെ ഉണ്ടായതിനെക്കാട്ടും കൂടുതൽ രാത്രി ആവുന്നതിനനുസരിച്ചിട്ട് വീക്കിലി ഉള്ളൊരു ചന്തയാണല്ലോ. അപ്പോൾ അവർക്ക് പിന്നെ ഈ സാധനം ഇവിടെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പച്ചക്കറി മേടിക്കേണ്ടിയിട്ട് ആവുന്നില്ല. കാരണം ഇതിന് പൈസ നേരെ പകുതിയായിട്ടൊക്കെ കുറയും പല സാധനങ്ങൾക്ക് പല സ്ഥലത്തും. അതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്.